അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 27-ാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്നത്. അമാനത്ത് ഗൗരവമാണ്. അനസ് ഇബ്നു മാലിക് ഖാല മാ ഖതബന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹദ ലഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം അദ്ദേഹം പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബയും നടത്തിയിട്ടില്ല. അമാനത്തില്ലാത്തവന് ഈമാനില്ല, കരാറില്ലാത്തവന് ദീനുമില്ല. അമാനത്തിൻ്റെ ഗൗരവമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഭൗതിക താൽപ്പര്യങ്ങളോ ലാഭമോ പ്രതീക്ഷിക്കാതെ ഒരാൾ സ്വയം ഏറ്റെടുക്കുകയോ ഏൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾക്കാണ് അമാനത്തുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന വിശ്വാസികളുടെ വിശേഷണമാണ് അമാനത്ത് മുറപ്രകാരം നിർവഹിക്കൽ. അമാനത്തുകൾ മുറപ്രകാരം നടപ്പിലാക്കാത്തവർ വലിയ അക്രമികളാണ്. അമാനത്ത് നഷ്ടപ്പെടുക എന്നത് അന്ത്യനാടിൻ്റെ അടയാളമാണ്. അമാനത്തിൽ വീഴ്ച വരുത്തൽ ആക്ഷേപാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ അർഹരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ യോഗ്യതയുള്ളവർ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും വിട്ടുനിന്ന് അനർഹരിലേക്ക് അത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മഹാ അപകടങ്ങളാണെന്ന് തിരിച്ചറിയണം. അവസാന കാലത്ത് അനർഹർ കൈകാര്യകർത്താക്കളായി കടന്നു വരികയും ഉത്തരവാദിത്ത ലംഘനങ്ങൾ നടത്തൽ പതിവാവുകയും ചെയ്യും. ഉത്തരവാദിത്ത ലംഘനം കപടന്മാരുടെ ലക്ഷണമാണ്. വിശദീകരണത്തിൽ പറയാവുന്ന ആയത്തുകൾ ധാരാളമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. തങ്ങളുടെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും തങ്ങളുടെ ഉടമ്പടികളും പാലിച്ചു പോരുന്നവരും എന്ന് മുഅ്മിനൂനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. മആരിജിലും ഇതേ വാചകം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ വഅബൈന അൻ യഹ്മിൽനഹ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹുൽ ഇൻസാൻ ഇന്നഹു കാന ളുലൂമൻ ജഹൂല. തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം, ഉത്തരവാദിത്തം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയുമാണ്. അഥവാ അമാനത്തുകൾ ഏറ്റെടുക്കുക എന്നത് ഒരാൾ മുമ്പോട്ട് വന്ന് ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് അമാനത്തുകൾ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ എന്തു വന്നാലും നിർവഹിക്കുക എന്നത് പരലോകത്തെ നന്നാക്കാനുള്ള നല്ല മാർഗമാണെന്ന് മനസ്സിലാക്കി അമാനത്തുകൾ പാലിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.